പരമനാരായണ ഭക്തനായ നാരദനാൽ വിഷ്ണുവിന് ശാപമേറ്റ കഥയാണ് ഇത്തവണ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ നാരദൻ ഹിമാലയ പർവ്വതത്തിൽ ഗാഠമായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ധ്യാനത്തിലിരുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. ധ്യാനത്തിലിരിക്കുന്ന സന്യാസി വര്യന്മാരെ ആരാലും ശല്യപ്പെടുത്താനാവില്ല എന്ന് മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരുന്നു അത്. നാരദരുടെ ഈ ഘോര തപസ് കണ്ട് ഒരാളുടെ മനസമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെയായിരുന്നു അത്. തന്നേക്കാൾ മികച്ചതായി ആരെന്തു ചെയ്താലും അത് തന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണെന്നാണ് ഇന്ദ്രന്റെ വിചാരം. എന്തായാലും തപസ്സിന് ഭംഗം വരുത്താൻ തീരുമാനിച്ച ഇന്ദ്രൻ വരുണദേവനെയും അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ചു വരുത്തി. നാരദരുടെ തപസ് മുടക്കാനായി ഓരോരുത്തരെയായി ഭൂമിയിലേക്ക് അയച്ചു. ആദ്യത്തെ ഊഴം വരുണന്റേതായിരുന്നു. വരുണൻ അതിശക്തമായ പേമാരി അവിടമെങ്ങും പെയ്യിച്ച് പ്രളയം സൃഷ്ടിച്ചു. എന്നാൽ നാരദർ തെല്ലും കുലുങ്ങിയില്ല. തോറ്റു പിന്മാറിയ വരുണന് ശേഷം വായുദേവൻ ഭയാനകമായ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചു. വൻ മരങ്ങൾ പോലും കൊടുങ്കാറ്റിൽ കരിയിലകൾ പോലെ പാറി നടന്നു. പക്ഷെ വായുദേവന്റെ ചെയ്തികളും ഫലം കണ്ടില്ല. അങ്ങനെ അവസാനം അഗ്നിദേവന്റെ ഊഴമെത്തി. അഗ്നിദേവൻ കൊടിയ തീജ്വാലകൾ വർഷിച്ചു. ചുറ്റും തീ പടർത്തി. ആ പ്രദേശത്തെ സകലതും ചുട്ടരിച്ചു. എതിർപ്പുകൾ എന്തൊക്കെയുണ്ടായാലും ദേവേന്ദ്രന്റെ വാക്കുകൾ ദേവന്മാർ അക്ഷരം പ്രതി അനുസരിക്കും. അതിൻ പ്രകാരം കാമദേവൻ ഭാര്യ രതിയെയും പരിവാരങ്ങളുമായി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ മുഴുവൻ ബാണങ്ങൾ എയ്ത് വസന്തകാല പ്രതീതി ജനിപ്പിച്ചു. മൃഗങ്ങളും പക്ഷികളും അവിടെ ആഹ്ലാദ നൃത്തമാടി. അപ്സരസുകൾ പ്രത്യക്ഷരായി. എന്നാൽ ഇതൊന്നും നാരദനിൽ യാതൊരു കുലുക്കവും ഉണ്ടാക്കിയില്ല. പരാജയപ്പെട്ട് കാമദേവനും ഇന്ദ്രലോകത്തേക്ക് മടങ്ങി. കുറെ കഴിഞ്ഞ് എല്ലാ ബഹളങ്ങളും കെട്ടടങ്ങിയപ്പോൾ നാരദൻ പതിയെ കണ്ണു തുറന്നു. ചുറ്റും നടന്ന കാര്യങ്ങൾ തന്റെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ നാരദൻ താനൊരു ശ്രേഷ്ഠനായ തപസ്വിയായി മാറിയെന്ന് സ്വയം സങ്കല്പിച്ചു. ഈ വൃത്താന്തം ഉടൻ തന്നെ ത്രിമൂർത്തികളെ അറിയിക്കണമെന്ന് നാരദന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ കൈലാസത്തിലെത്തി. മഹാദേവനോടായി താൻ കാമദേവനെ പോലും ജയിച്ചു. അതിനാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ലൗകിക സുഖങ്ങൾക്കും അതീതനാണ് താനെന്ന് വീമ്പിളക്കി. നാരദരുടെ മേനി പറയൽ കണ്ട് മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ വിജയത്തിൽ അനുമോദിക്കുകയും ചെയ്തു. പക്ഷെ ഈ വിവരം മഹാവിഷ്ണുവിനെ അറിയിക്കേണ്ട എന്ന് ശിവൻ നാരദരെ വിലക്കി. പക്ഷെ നാരദർ മഹാദേവന്റെ അഭിപ്രായത്തോട് യോജിച്ചില്ല. മഹാവിഷ്ണുവിന്റെ പരമഭക്തനായ സദാ നാരായണനാമം മാത്രം ഉരുവിടുന്ന തന്റെ വിജയം തന്റെ ഭഗവാനോടല്ലാതെ വേറെ ആരോട് പറഞ്ഞിട്ടെന്തിനാണ്? മഹാദേവന്റെ വാക്കുകളെ അവഗണിച്ച് നാരദൻ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തി. ലക്ഷ്മി സമേതനായി അനന്തശയനത്തിലിരിക്കുന്ന ഭഗവാനോട് നടന്നതെല്ലാം വിവരിച്ചു നാരദൻ. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഭഗവാൻ നാരദരെ അനുമോദിച്ചില്ല. തിരികെ മടങ്ങും വഴി എന്നാലും എന്തായിരിക്കും ഭഗവാൻ തന്നെ പുകഴ്ത്താത്തതെന്ന സംശയമായിരുന്നു നാരദരുടെ മനസ്സ് മുഴുവൻ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോഴാണ് വഴിയിൽ അദ്ദേഹം അതിമനോഹരമായൊരു നഗരം കാണുന്നത്. സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞ എങ്ങും സന്തോഷം മാത്രം നിറഞ്ഞു തുളുമ്പുന്ന ആ നഗരം കണ്ട നാരദൻ അന്തം വിട്ടു. ഇത്രയും മനോഹരമായൊരു നഗരം ഭൂമിയിലെന്നല്ല സ്വർഗത്തിൽ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. വഴിമധ്യേ കണ്ട ഒരാളോട് ആരാണ് ഈ നഗരത്തിന്റെ രാജാവെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ഇത് മഹാനായ ശീലാനിധിയുടെ രാജ്യമാണെന്ന് മറുപടി പറഞ്ഞു. നാരദൻ ശീലാനിധിയുടെ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. വീഥികളിലെ കാഴ്ചകൾ അത്യധികം മനോഹരമായിരുന്നു. കൊട്ടാരത്തിലെത്തിയ നാരദനെ ശീലാനിധി എല്ലാ മര്യാദകളോടും കൂടി സ്വീകരിച്ചു. സൽക്കാരത്തിൽ അതീവ സന്തുഷ്ടനായി നാരദൻ. ശീലാനിധി രാജാവ് തന്റെ അതിസുന്ദരിയായ പുത്രി ശ്രീമതിയെ നാരദർക്ക് പരിചയപ്പെടുത്തി. ശ്രീമതിയുടെ കൈ നോക്കി ഭാവി പറയാമോ എന്ന് രാജാവ് അഭ്യർത്ഥിച്ചു. രാജാവിന്റെ അഭ്യർത്ഥന മാനിച്ച് കുമാരിയുടെ കൈ നോക്കി നാരദൻ ഞെട്ടിപ്പോയി. എന്തെന്നാൽ ശ്രീമതിയുടെ വരനായി വരുന്നയാൾ ഭാവിയിൽ 3 ലോകങ്ങൾക്കും അധിപനായി മാറുമെന്നാണ് ഹസ്തരേഖാശാസ്ത്രം പറയുന്നത്. ഇത് മനസ്സിലാക്കിയ നാരദർക്ക് ശ്രീമതിയെ തന്റെ പത്നിയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷെ തന്റെ രൂപം ശ്രീമതിയിൽ ആകർഷണം ഉളവാക്കാൻ പോന്നവണ്ണമല്ല എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ശ്രീമതിയുടെ സ്വയംവര നാൾ അടുത്തെടുത്തു വന്നു. അങ്കലാപ്പിലായ നാരദർ തന്റെ ഭഗവാനായ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യക്ഷപ്പെട്ട വിഷ്ണുവിനോടായി നാരദൻ ഒരു വരം ചോദിച്ചു. എനിക്ക് ഹരിയുടെ മുഖം വേണം എന്നതായിരുന്നു നാരദരുടെ ആവശ്യം. ഉറപ്പാണോ എന്ന് ചോദിച്ച നാരദരോട് അതെ എന്ന് നാരദൻ നിസ്സംശയം പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും ചെയ്തു. അതീവ സന്തുഷ്ടനായ നാരദൻ സ്വയംവര പന്തലിലെത്തി. കമലനയനോളം സുന്ദരനായ ഒരു രാജാവോ കുമാരനോ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെയില്ല എന്ന് തീർച്ചയാണ്. അതിനാൽ ഉറപ്പായും ശ്രീമതി തന്നെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സന്നിഹിതനായ നാരദരുടെ അടുത്ത് ഹാരവുമായി ശ്രീമതി നടന്നു വന്നു. അവൾ സ്തബ്ധിച്ച് ഒരു നിമിഷം നിന്നു. അത് കണ്ട നാരദൻ ശ്രീമതി തന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്ന് കരുതി വരണമാല്യം സ്വീകരിക്കാനായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു വന്നു. എന്നാൽ കുമാരി വരണമാല്യം അണിയിക്കുന്നതിനു പകരം പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് നാരദരെ കടന്നുപോയി. നാരദർക്കൊന്നും മനസ്സിലായില്ല. നടന്നു നീങ്ങിയ ശ്രീമതി നോക്കുമ്പോൾ അതാ കൂട്ടത്തിൽ മഹാവിഷ്ണുവുമുണ്ട്. അതിസുന്ദരനായ കമലനയനെ കണ്ട മാത്രയിൽ തന്നെ അവൾ വരണമാല്യം ചാർത്തി. മഹാവിഷ്ണുവിനെ അവൾ പതിയായി തിരഞ്ഞെടുത്തു. സഭയിൽ നാരദരെ നോക്കി കൂട്ടച്ചിരികൾ ഉയർന്നു. അന്താളിച്ചു നിന്ന നാരദരുടെ അടുത്തേക്ക് ഒരു കണ്ണാടിയുമായി വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാർ എത്തി. കണ്ണാടിയിൽ നോക്കിയ നാരദർ തന്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി.
വിഷ്ണുവിൻ്റെ മുഖം പ്രതീക്ഷിച്ച നാരദൻ കണ്ടത് കുരങ്ങൻ്റെ മുഖമാണ്. തനിക്കേറ്റ അപമാനം സഹിക്കാനാവാതെ മഹാവിഷ്ണുവിന് നേരെ നടന്നെടുത്ത് നാരദൻ ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പരമഭക്തനായ എന്നിൽ നിന്നും എന്റെ പ്രണയം തട്ടിയെടുക്കാൻ അങ്ങ് ഇത്രയും നീചനാണോ? എനിക്ക് അങ്ങയോടുള്ള ഭക്തി സത്യമാണെങ്കിൽ, എന്റെ തപസ്യ സത്യമാണെങ്കിൽ അങ്ങേക്കും അങ്ങയുടെ പ്രിയതമേ പിരിയേണ്ടി വരും. അതിൽ വിലപിച്ച് വഴി ഏതെന്നറിയാതെ വിഷമിക്കുന്ന അങ്ങേക്ക് സഹായികൾ വാനരന്മാരായിരിക്കും. ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് നാരദൻ താനിതെന്താണ് ചെയ്തതെന്നോർത്തത്. സദാസമയവും ഹരിനാമം മാത്രം ഉരുവിടുന്ന നാവുകൊണ്ട് എങ്ങനെയാണ് താൻ ഹരിയെ ശപിച്ചതെന്നോർത്ത് വിഷമിച്ചു. പക്ഷേ മഹാവിഷ്ണു അപ്പോഴും ശാന്തനായിരുന്നു. എന്തിനാണ് തന്നെ കൊണ്ട് ഈ വിധം അപരാധം പ്രവർത്തിപ്പിച്ചതെന്ന് നാരദൻ വിഷ്ണുവിനോട് ചോദിച്ചു. അപ്പോൾ ശാന്തത കൈവിടാതെ ഭഗവാൻ പറഞ്ഞു, അല്ലയോ നാരദരെ, അങ്ങ് നമ്മോട് ഹരിയുടെ മുഖം വേണമെന്നാണ് പറഞ്ഞത്. ഏത് ഹരിയാണെന്ന് അങ്ങ് വ്യക്തമാക്കിയില്ല. ഹരി എന്നാൽ കുരങ്ങൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. പിന്നെ അങ്ങീ പറഞ്ഞതെല്ലാം ഇനി ഭാവിയിൽ നടക്കാനുള്ളത് തന്നെയാണ്. ജയവിജയന്മാർ ബ്രഹ്മകുമാരന്മാരുടെ ശാപത്താൽ ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനുമായി ജനിക്കും. അവർക്ക് മോക്ഷം നൽകാനായി എനിക്ക് രാമാവതാരം എടുക്കേണ്ടതായും വരും. അപ്പോൾ എൻ്റെ പത്നിയായ സീതയെ അപഹരിക്കുന്ന രാവണന്റെ കോട്ടയിലേക്ക് എന്നെ അനുഗമിക്കുന്നത് വാനരന്മാരുടെ ഒരു പട തന്നെയായിരിക്കും. അതിനാൽ അങ്ങ് ശാപമോർത്ത് വിഷമിക്കേണ്ടതില്ല. അങ്ങ് ഒന്നുകൂടി മിഴികൾ തുറന്നു നോക്കിയാലും. ചുറ്റും നോക്കിയ നാരദന് ശീലാനദി രാജാവിൻ്റെ കൊട്ടാരമോ രാജ്യമോ ശ്രീമതിയെയോ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഇതെല്ലാം സാക്ഷാൽ ഭഗവാന്റെ മായയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. നാരദരുടെ അഹങ്കാരത്തിനെ കൊമ്പൊടിച്ചൊരു സംഭവം തന്നെയായിരുന്നു അത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.